സാവേ, ഞാൻ ഈയിടെ കുറെ തോട്ടങ്ങളൊക്കെ സന്ദർശിച്ചപ്പോഴേ പ്രത്യേകിച്ച് കുരുമുളകിന്റെ PVC പൈപ്പിലാണ് ഈ കുരുമുളക് കൃഷി കണ്ടത്. സാവുവിന്റെ ഇവിടെ വന്ന വ്യത്യസ്തമായിട്ട് പണ്ടത്തെ ആ ഒരു രീതിയിലേക്ക് മുരിക്കിൻകാലിട്ടേക്കുന്നതാണ്. ഈ PVC പൈപ്പിന്റെ കൃഷിയോട് എന്നാ താല്പര്യമില്ലേ? എനിക്ക് നമ്മൾ ആദ്യകാലം മുതൽ നമ്മുടെ പറമ്പിൽ ഈ മുരിക്കിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മുരിക്കിന്റെ കാല് തന്നെ കൊടുക്കാനുള്ള കാരണം. പിന്നെ എന്താന്ന് പറഞ്ഞാലും ഈ PVC മുരിക്കിൻകാല കയറുന്ന പോലെ ഒരു PVC അല്ലോ അല്ലെങ്കിൽ അത് വേറെ എന്ത് ചെയ്താലും കോൺക്രീറ്റ് കാലാണെങ്കിലും നമുക്ക് ആദായം കിട്ടത്തില്ല. ഇതില് അട്ടക്കാല് പിടിച്ച് കയറിപ്പോക്കോ, ഒരു പ്രശ്നവുമില്ല. കെട്ടി വെക്കണം. അതേപോലെ ഒരു കെട്ട് പൊട്ടിയാൽ ചിലപ്പോൾ എല്ലാം കൂടെ ഇതാകുമ്പോൾ ഒന്നും വേണ്ട. ഇടയ്ക്ക് വല്ലപ്പോഴും ഓരോ ഘട്ടം കെട്ടി കൊടുത്താൽ മതി, ഇവൻ തന്നെ കയറി നോക്കുള്ളൂ. സാമ്പത്തിക ലാഭവും ഉണ്ട്. സാമ്പത്തിക ലാഭം തീർച്ചയായിട്ടും ഉണ്ട്. ഇതിപ്പോ ഒരു സീറോ ബഡ്ജറ്റിന് വേണം. അതെ, പിന്നെ ചെറിയ വിലയെ വരുന്നുള്ളൂ. ഒരു മുരിക്കിൻകാലിന് 2 അടി പൊക്കമുള്ള ഒരു കാലിന് ചെറിയൊരു വിലയെ വരുന്നുള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പം ഈ തോട്ടത്തിൽ നോക്കിയപ്പം സർവ്വ 2 ലെയർ കാണുന്നുണ്ട്. ഈ മുരിക്കിൻകാല് 2 കാല് കാണുന്നു. ഈ 2 കാലം വളർത്തുന്നുണ്ടോ? അതിലേതെങ്കിലും ഒന്ന്? ഇല്ല, 2 കാലം വളർത്തുകയല്ല. ഇതിപ്പോ ഞാൻ ഇതിപ്പം ഫെബ്രുവരി അല്ലേ, ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യം ഈ മുരിക്കിന്റെ ഇലയെല്ലാം ഒന്ന് പൊഴിഞ്ഞു തീരുമ്പോഴത്തേക്കും ഈ ഒരു കാല് നിർത്തും. ഈ ഒരു കാല് മുകളിൽ വെച്ച് കട്ട് ചെയ്ത് അങ്ങ് നിർത്തും. ബാക്കി ഈ ഒരു കാല് നേരെ ചുവട്ടി വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് ആവശ്യക്കാർക്ക് ഞാൻ വിൽക്കും. കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പൊ എന്നോട് ഒരു 50 കാല് ഇപ്പൊ ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പുള്ളി എനിക്ക് 50 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞൊരു കാലിന്. നല്ല ഹൈറ്റുള്ള നല്ല കാലാണ്, അതുകൊണ്ട് 50 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. ഇത് മൂപ്പ് അറിയുന്നത് എങ്ങനെയാ? ഇതിന്റെ മൂപ്പ് ഏതാണ്ട് മൂപ്പെത്തി. ഇതിന്റെ ഇല പൊഴിയണം. ഇല പൊഴിയുമ്പോഴത്തേക്ക് ഈ മുരിക്കുന്നാലിന് മൂപ്പായി. അപ്പൊ ഇത് വേര് പിടിച്ചോളൂ. ഇത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ആദ്യം ചരിച്ചു വെക്കും. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോഴത്തെ നോർത്ത് വെക്കും. നോർത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിന് കിളിപ്പ് പൊട്ടി അന്നേരം ഇതിന് മുരിക്കിന് ഒരു കാര്യമുണ്ട്. ഇനി ചെറിയായിട്ട് മരുന്നടിച്ചു കൊടുക്കണം. മരുന്നടിച്ചില്ലെങ്കിൽ മുഴുവൻ കീടം വന്ന് ശരി. എന്ത് മരുന്നാണ് ഉപയോഗിക്കുന്നത്? അത് എക്കാലത്ത് അടിച്ചു കൊടുക്കണം. അത് ഏത് സമയത്താ? അത് ഒരു 3-4 പ്രാവശ്യം അടിക്കണം. തളത്തിങ് വരുമ്പോൾ അടിക്കണം. അത് കഴിഞ്ഞ് തളപ്പ് ഒരുമാതിരി പൊങ്ങിക്കഴിയുമ്പോൾ അടിക്കണം, അല്ലെങ്കിൽ കേടുവരും. കാണുന്നത് കേടാണോ? കേടല്ല, അതിപ്പം ഈ ഇല പൊഴിഞ്ഞ് ഇങ്ങനെ തീരും. ഇത് കംപ്ലീറ്റ് ഇല പൊഴിഞ്ഞ് തീരുമ്പോഴാണ് നമ്മളിത് വെട്ടുന്നത്. അതായത് വേനൽക്കാലം കേടല്ല. ഇത് ഈ വാവല് വന്ന് ഇപ്പം വേനലായി വെള്ളമില്ലാത്തത് കൊണ്ട് വാവല് വന്ന് ഈ മുരിക്കിന്റെ ഇല ഇങ്ങനെ ചപ്പുന്നുണ്ട്. അത് ഇല ചപ്പിതാണ് ഈ കിടക്കുന്നത്. ഇങ്ങനെ ഇല ചപ്പി ഇവൻ താഴെ ഇടും. അപ്പൊ അവന് വെള്ളം കുടിക്കാൻ വേണ്ടിയത് ഇതെല്ലാം നീര് വലിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗം കാണുന്നുണ്ട്. ഇലയിലാവും മുള്ളില്ലല്ലോ അല്ലെ? മുള്ളില്ല. ഇപ്പൊ മുരിക്കിൻകാല് കൊടുക്കാന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മുരിക്കിൻകാലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ സാവിന് കൊടുക്കാമല്ലോ. പിന്നെ എന്നാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്പർ ഒന്ന് പറയാം. എന്റെ നമ്പർ 94 95 35 38 09. ഈ നമ്പറിൽ വിളിച്ചാൽ എന്നെ കിട്ടും. ഓക്കെ.